ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലമാണ്. പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഇന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിനെ കുറിച്ചാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അവരവർക്ക് പ്രാർത്ഥിക്കാനുള്ള വിഷയവും കൂടി ചേർത്താൽ അതിനനുസരിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. വിവാഹ തടസ്സമായാലും പൊരുത്തം നോക്കുന്നതിനായാലും മറ്റ് ഏത് കാര്യത്തിനായാലും. ഉത്രാടം നക്ഷത്രം ഇപ്പോൾ പൊതുവെ ദൈവാധീനം ഉള്ള ഒരു നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അഞ്ചാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യും. അതുപോലെ തന്നെ രാഹുവിന് നിൽക്കാൻ പറ്റുന്ന ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ശനി ഗ്രഹം തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഗ്രഹങ്ങളുടെ മാറ്റത്തിൻ്റെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ്. കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ അതുപോലെ തന്നെ കണ്ഠസംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും അധിക ദോഷകാരിയല്ല. ഉദരസംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഫുഡ് പോയിസൺ, ഭക്ഷണ പദാർത്ഥങ്ങൾ വിഷാംശം വന്നു ചേരാതെ ശ്രദ്ധിക്കണം. അതായത് പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവർക്കുമൊക്കെ വളരെ ജാഗ്രത ആവശ്യമുള്ള ഒരു വർഷമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക്. രോഗങ്ങളൊക്കെ ഉള്ളവർ അത് മാറി രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിനും അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കുന്നതിനും പ്രായമായവർക്കും കുട്ടികൾക്കുമൊക്കെ ധന്വന്തരമൂർത്തിയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവ ആമയ നിവാരണായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ എന്ന ആ മന്ത്രം ചൊല്ലിയാൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. ഉത്രാടം നക്ഷത്രക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് കൊല്ലവർഷം 1200. അത് 2024 ജൂലൈ മാസം 16-ാം തീയതിയാണ് ഈ കൊല്ലവർഷം 1200 ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കുന്നവരായാലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും പഠനത്തിലൊക്കെ ശ്രദ്ധിക്കുവാനും ഉയർന്ന രീതിയിൽ മാർക്ക് വാങ്ങിക്കുവാനും കലാപരമായ കഴിവുകൾ തെളിയിക്കുവാനും സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ അഭിനയിക്കുവാനും മറ്റ് അവസരങ്ങളൊക്കെ കലാരംഗത്ത് ലഭിക്കുന്നതിനുള്ള യോഗവുമുണ്ട്. യുവാക്കൾക്ക് ടെസ്റ്റുകളൊക്കെ പാസ്സാകുക, അതായത് PSC ടെസ്റ്റ്, IELTS, MOH പോലെയുള്ള പരീക്ഷകൾ പാസ്സാകുന്നതിനും ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാകുന്നതിനൊക്കെ യോഗമുണ്ട്. അതിന് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏഴരശനി ഇനി ഒരു വർഷം കൂടി ഉള്ളതിനാൽ ആ ഉത്രാടം നക്ഷത്രക്കാർ ശനീശ്വരനെ പ്രാർത്ഥിക്കണം. അലസത ഒരു പ്രധാന ഘടകമാണ് ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക്. ഇന്നത്തേനുള്ളത് നാളത്തേന് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെക്കുകയോ സ്വന്തം ഉത്തരവാദിത്വം മറ്റുള്ള സുഹൃത്തുക്കളെയോ ഒക്കെ ഏൽപ്പിച്ചാൽ അത് പല ഭാഗ്യങ്ങളും വന്നു ചേരേണ്ട ഭാഗ്യങ്ങൾ മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോകും. അതാണ് കാണുന്നത്. അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കുക. നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം ശനീശ്വരം നമാമ്യഹം എന്ന ശനീശ്വര മന്ത്രം ജപിച്ചാൽ ശനിയാഴ്ച വ്രതമൊക്കെ അവരവരാൾ കഴിയാവുന്ന രീതിയിൽ എടുത്താൽ ശനിദോഷത്തിൽ നിന്ന് മുക്തി നേടി കൂടുതൽ ഊർജ്ജസ്വലത വരികയും പ്രവർത്തന രംഗത്ത് മികവ് പ്രകടിപ്പിക്കുവാനും വിജയിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം. ധൈര്യവും വീര്യവും ഒരു അല്പം കൂടിയിരിക്കുന്ന ഒരു വർഷമാണ് ഈ 1200 ഉത്രാടം നക്ഷത്രക്കാർക്ക്. ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ആ ദുർബുദ്ധിയുടെയും ഭാവത്തിൽ രാഹു എന്ന് പറയുന്ന വിഘടനവാദിയാണ് നിൽക്കുന്നത്.
വളരെ ശ്രദ്ധിക്കുക. യുവാക്കളായാലും മധ്യവയസ്കരായാലും മറ്റുള്ളവർ ഏത് പ്രായക്കാരുമാകട്ടെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുവാൻ വളരെ സൂചനയുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുമ്പോൾ വിചാരിച്ചോളുക, അതിന് അടിമപ്പെട്ടു കഴിഞ്ഞാൽ മാനാപമാനങ്ങളും അവിഖ്യാതികളും, മനസ്സറിയാത്ത കാര്യത്തിന് പോലും പിന്നെ ആരും കൂടെ നിൽക്കുകയില്ല. ഒരു അവിഖ്യാതി ഉണ്ടായാൽ ലഹരി പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതിന് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, കൊള്ളുകരാത്ത സുഹൃത്തുക്കൾ, ഉത്തമ സുഹൃത്തുക്കൾ, എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് എന്ന് വിചാരിച്ചായിരിക്കാം കൂട്ടുകൂടുന്നത്. കൊള്ളുകര എന്ന് മനസ്സിലാക്കിയാൽ അത് ഒഴിവാക്കുക തന്നെ ചെയ്യണം. അപ്പോൾ തന്നെ ഒഴിവാക്കുക. വലിയ നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും വലിയ വൻ നഷ്ടങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ അത് ഗുണം ചെയ്യും. മറ്റൊരു കാരണം, സുഖസ്ഥാൻ, 4-ാം ഇടം, 4-ാം ഭാവത്തിൽ, അവിടെ മേടം രാശിയുടെ അധിപൻ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുകയും, മേടം രാശിയിൽ അധിക പാവത്വമൊന്നും ഇല്ലാത്ത വർഷമാണ്. ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം വന്നു ചേരുന്നതിനോ അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഐശ്വര്യപൂർണമായ കാലം. കാർഷിക രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൃഷിയിൽ നിന്നൊക്കെ ആദായം ലഭിക്കുവാൻ ഭാഗ്യമുള്ള കാലം. അതുപോലെ മറ്റ് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും ഉത്തമമാണ്. കൂടാതെ ഗവൺമെൻറ് ജോലികൾ ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ, ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവരായാലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരായാലും അധ്യാപകരായാലും ഒക്കെ വിജയിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാൽ വളരെ ഉത്തമ വിജയങ്ങൾ വന്നിച്ച്, നഴ്സുമാരായാലും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരായാലും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു സാമ്പത്തിക അഭിവൃദ്ധിയും പ്രമോഷനും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും. ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും അതിനുള്ള അവസരങ്ങൾ ലഭിക്കുകയും അതിനനുസരിച്ച് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ അധിക കടങ്ങളൊന്നും ആരും വാങ്ങാതിരിക്കുകയാണ് ഉത്രാട നക്ഷത്രക്കാരൻ നല്ലത്. കാരണം ഏഴരശനിയൊക്കെ ഉള്ള കാലമാണല്ലോ. ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുക, അത് ഗൃഹവുമായി ബന്ധപ്പെട്ട് ബാധ്യത വരത്തക്ക രീതിയിലോ വാഹനവുമായി ബന്ധപ്പെട്ട് ബാധ്യത വരത്തക്ക രീതിയിലോ ഉള്ള ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ പിന്നീട് വരാവുന്ന ഒരു നല്ല കാലത്ത് പലിശ കൊടുത്ത് ജീവിതം തള്ളി നീക്കേണ്ട ഗതികേടിലേക്ക് മാറിയിട്ട് ദുരിത ജീവിതം നയിച്ചിട്ട് കാര്യമില്ലല്ലോ. ചിലവുകൾ വളരെ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ നിയമപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അസമയത്തെ യാത്രകളും മറ്റും ഒക്കെ ദേഷ്യവും ഒക്കെ ഒഴിവാക്കേണ്ടതുമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യസമ്പൂർണ്ണമായിരിക്കും. വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങൾ വന്നു ചേരുന്നതിനോ ആഭരണങ്ങൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട്. കൂടാതെ തീർത്ഥയാത്ര ചെയ്യുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, അതിനൊക്കെ ഉള്ള യോഗമുണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല കാലമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ വന്നു ചെയ്യും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.